അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ ഖൈറി ഖൽഖില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരവ് നിറഞ്ഞ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, അസോസിയേഷൻ്റെ ഭാരവാഹികൾ, എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, കുടുംബക്കാരന്മാർ, ഇനിയൊരു ആശംസ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമല്ല. എല്ലാവരും ഭക്ഷണത്തും കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. എന്തെന്ന് വെച്ചാൽ, എൻ്റെ പേര് കോമുക്കുട്ടി എന്നാണ്. അത് കുറച്ചു കാലം കോമു എന്ന് പറയപ്പെട്ടിരുന്നു. കോമു എന്ന് പറഞ്ഞാൽ നമ്മുടെ കാരണന്മാരെ കൂട്ടത്തിലെ നമ്മുടെ ഏറ്റവും മുകളിലുള്ളൊരു പേരാണ് കോമു എന്നുള്ളത്. ഇനി ഈ കോമു പറഞ്ഞാൽ ഞാൻ ഇതോടുകൂടി അവസാനിക്കും. പിന്നെ പുതിയൊരു കോമു ഉണ്ടാകാൻ സാധ്യത നമ്മളെ കുടുംബത്തിലില്ല. കാരണം പുതിയ ജനറേഷനിൽ അങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നില്ലല്ലോ. ഇനി തലമുറകൾ ആലോചിക്കുന്ന അവസാനത്തെ കോമു ഇന്ന ആളായിരുന്നു എന്നുള്ളത്. കാരണം അസോസിയേഷൻ്റെ 2-3 വർഷത്തെ ജനറൽ സെക്രട്ടറി ആയി നിന്ന ആളാണ്. ഇവിടെ എല്ലാം പ്രതിപാദിച്ച ഒരു കാര്യം അബ്ദുൽ ഉസ്താദ് വളരെ വിശദമായി ഇങ്ങോട്ട് സംസാരിച്ചു. കുടുംബ ക്ലാസ് എടുത്തു തന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഐക്യത്തിന് വേണ്ടി പ്രയത്നിക്കുക, ഐക്യം നിലനിർത്തുക എന്നാണല്ലോ നമ്മുടെയൊക്കെ ആശയങ്ങളും നിർദ്ദേശങ്ങളും ഉദ്ദേശങ്ങളും. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിനെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ഒരാശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഉച്ചയ്ക്ക് മുമ്പുള്ള സെഷൻ അവസാനിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഇൻഷാ അല്ലാഹ് 2 മണിക്ക് വിദ്യാർത്ഥി യുവജന പ്രവാസി സംഗമം നടക്കും. അതിൽ മുതിർന്ന നമ്മുടെ കുടുംബാംഗങ്ങളെ ആദരിക്കും. അതുപോലെ മറ്റു അനുമോദനങ്ങളും ഉണ്ടാകും. ചടങ്ങ് അവസാനിപ്പിക്കുന്നു. എന്തായാലും വളരെ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട് ഈ പരിപാടികൾ. ഇതിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അപ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാണ്, നമ്മുടെ പരിപാടികൾ നടത്താൻ പുറത്തുനിന്ന് അങ്ങനെ ആളുകളൊന്നും കൊണ്ടുവരണ്ടെന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുന്ന, സംഘടിപ്പിക്കാൻ കഴിയുന്ന സംഘാടന തികവുള്ളവരാണ് ചെവിടിക്കുന്നന്മാർ എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ബാധ വീണ്ടും തുടരാം. ഈ